വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ഇനി ആശാനിലേക്ക് വന്നാലോ? വെയിൽ മങ്ങി ചൂടുമൊട്ടൊട്ടടങ്ങി സ്വയം എഴുന്നേറ്റുടൻ ഭിക്ഷുപോയി. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മലയാളിയുടെ അടിസ്ഥാന താളമാണ്, ആത്മതാളമാണ്. ഈ താളം തൻ്റെ കൃതിയുടെ 3-ാം ഖണ്ഡത്തിനു വേണ്ടി ആശാൻ സ്വീകരിക്കുന്നു. അവസാന ഖണ്ഡമാണെങ്കിലോ ബുദ്ധൻ്റെ ജാതിവിരുദ്ധമായ മഹാപ്രഭാഷണം ഉള്ളടക്കമായി തീരുന്ന അവസാന ഖണ്ഡത്തിൻ്റെ വൃത്തം. അതൊന്നുകൂടി മലയാളിയുടെ പ്രിയ താളമാണ്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ. ഇതേ വൃത്തത്തിലാണ് ആശാൻ പറയുക: സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. ചണ്ടാലി തന്മേ ദ്വിജന്റെ ബീജപിണ്ഡത്തിനൂഷരമാണോ, അജാതി രക്തത്തിലുണ്ടോ എന്നെല്ലാം ചോദിക്കുക. എത്തിനിന്നു ഭാരതത്തിൽ ഒരു 10 ശതാബ്ദമ ശാന്തി എന്ന് പറഞ്ഞ് തൻ്റെ കാവ്യത്തിന് സമാപ്തി പദ്യം കുറിക്കുക. ഇങ്ങനെ മലയാളിയുടെ സാംസ്കാരിക സ്മൃതിബോധത്തെ അഗാധമായി സ്പർശിച്ചുണർത്തുന്ന ഒരു വൃത്തതാള ഘടന അവലംബിച്ചു ആശാൻ ചണ്ടാല ഭിക്ഷുകിയിൽ എന്നത് വളരെ പ്രധാനമാണ്. ഇക്കാര്യം P.K. ബാലകൃഷ്ണനെ പോലുള്ള നിരൂപകർ വളരെ സൂക്ഷ്മമായി തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇതേ വർഷം എഴുതപ്പെട്ട ചിങ്ങമാസത്തിൽ എഴുതപ്പെട്ട ആ കൃതിയുണ്ടല്ലോ, ദുരവസ്ഥ. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട, ഒരുപക്ഷെ ദുരവസ്ഥയുടെ ദുരവസ്ഥ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ സമാഹരിക്കാവുന്നത്ര ഖണ്ഡന വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള, പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പോഴും ഒളി മങ്ങിക്കഴിഞ്ഞിട്ടില്ലാത്ത, പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടില്ലാത്ത ദുരവസ്ഥയ്ക്ക് ശേഷമാണ്, ഒരു 6 മാസത്തിനകമാണ് ആശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതുന്നത്. അതിൻ്റെ മുഖവരയിൽ ആശാൻ പറയുന്നുണ്ട്: ഇത്തരം ആക്ഷേപങ്ങളൊന്നും ക്ഷണിച്ചു വരുത്താൻ ചണ്ടാല ഭിക്ഷുകിയുടെ പേരിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശ്രദ്ധാപൂർവമാണ് ഞാൻ ഈ കൃതിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തികഞ്ഞ കാവ്യകൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. പ്രചാരണപരത അതിൻ്റെ ലക്ഷ്യമായിരിക്കുമ്പോഴും അതിൻ്റെ സ്വഭാവമായിരിക്കുമ്പോഴും ഓരോ വരിയിലും വാക്കിലും വലിയ കവിശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. അത് ലളിതമാണ്, അത് ഗാനാത്മകമാണ്, അതിന് വശീകരിക്കുന്ന ഒരുതരം ലാളിത്യമുണ്ട്, ജനകീയതയുടെ ആകർഷണീയതയുണ്ട് എന്ന് ഇരിക്കെ തന്നെ വലിയ സൂക്ഷ്മതയോടുകൂടി ആശാൻ എഴുതിയിട്ടുള്ള, ആശാന്റെ കവിത്വത്തിൻ്റെ, മഹാകവിത്വത്തിൻ്റെ മുദ്രകൾ ഉടനീളം പതിഞ്ഞിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ചണ്ടാല ഭിക്ഷുകി. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇവിടെ നമ്മൾ പരാമർശിച്ച ആദ്യ ഖണ്ഡത്തിലെ ഒരു വാക്കാണ് ഉറ്റമരത്തണൽ. ഈ ഭിക്ഷു വന്നിരിക്കുന്ന അരയാൽ ചുവടിനെ പറ്റിയാണ് ആശാൻ പറയുക, ഉറ്റമരത്തണൽ. നമ്മൾ ഉറ്റ ബന്ധു, ഉറ്റ സുഹൃത്ത്, ഉറ്റ സ്നേഹിതൻ എന്നൊക്കെ പറയുന്നത് പോലെ വേനൽക്കാലം വെയിലിൻ്റെ ഈ സാർവത്രിക പ്രസരം എങ്ങനെ ഒരു മരത്തണലിനെ, ഒരു മരച്ചുവടിനെ അത്രമേൽ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു എന്നൊരൊറ്റ വാക്കുകൊണ്ട്, ഒരൊറ്റ വിശേഷണം കൊണ്ടാണ് ആശാൻ സൂചിപ്പിക്കുക, ഉറ്റമരത്തണൽ. എങ്ങനെ ഒരു തണലിടം വേനലിൻ്റെ കാഠിന്യത്താൽ അത്രമേൽ അഭികാമ്യമായി മാറുന്നു, അമൂല്യമായി മാറുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ആശാൻ. മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ ഈ കൃതിയുടെ 2-ാം ഖണ്ഡത്തിൽ, അല്ലെ, ആ വലിയ ജലവിനിമയം നടക്കുന്ന 2-ാം ഖണ്ഡത്തിൽ നമ്മളിവിടെ ഉദ്ധരിച്ച ആ ചെറിയ അപൂർവ ശോഭയുള്ള വിരളമായ വാക്കുകളാൽ എഴുതപ്പെട്ട ആ സംഭാഷണ ഖണ്ഡത്തിൽ മാതങ്കി ആകെ കൂടി 4 ഈരടിയോ 3 ഇരടിയോ മറ്റോ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മാതങ്കി ആകെ കൂടി ഈ കാവ്യത്തിൽ സംസാരിക്കുന്ന 4 ഈരടികളിൽ കൊള്ളാവുന്ന ചില കാര്യങ്ങളാണ്. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നിതോ എന്ന ഒരു ഉടൻ പ്രതികരണം. അതിന് പിന്നാലെ നീച നാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. അല്ലേ, തൻ്റെ സംസ്കൃത ഭാഷാ ഭ്രമം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ആശാൻ എഴുതി വരികയാണ്. അതിൻ്റെ ഇടയിലാണ് ഒരുപക്ഷെ ഒരു മലയാളം ക്ലാസ്സിൽ, ഒരു സ്കൂൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് ആചമിക്കുക എന്ന വാക്ക് പറഞ്ഞിട്ട് അധ്യാപകനോ അധ്യാപികയോ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും, കുടിക്കുക, ആചമിക്കുക. പക്ഷെ വെറും കുടിക്കൽ മാത്രമല്ല, ആചമനം എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ആശാൻ ഇങ്ങനെ ഒരു വാക്യം തൻ്റെ നായികയുടെ, തൻ്റെ കാവ്യനായികയുടെ വായിൽ തിരികെ കൊടുത്തിരിക്കുന്നത്. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. ഇത് ഒരു ആര്യനും ഒരു അനാര്യയും തമ്മിലുള്ള അഭിമുഖീകരണത്തിൻ്റെ ഒരു അസാധാരണ സന്ദർഭമാണ്.
ഒരു ഭാഗത്ത് നീചനാരി താണവൾ, ചൊല്ലെഴും ആര്യന്മാരുടെ പ്രതിനിധിയായി ആനന്ദൻ എന്ന ഭിക്ഷു, സുഭകനായ സുമുഖനായ ഭിക്ഷു. ആ ഭിക്ഷുവിനോടാണ് പരിഭ്രാന്തയായ മാതങ്കി ചോദിക്കുക, നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. ആചമനം എന്നാൽ അതൊരു അനുഷ്ഠാനമാണ്, ഒരു സവർണ അനുഷ്ഠാനമാണ്, മതപരമായൊരു ക്രിയയാണ്. അതിനെപ്പറ്റി ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ഒരു വിവരം ഇങ്ങനെയാണ്: കയ്യും കാലും മുട്ടോളം കഴുകിയതിനു ശേഷം കയ്യിലെ ആയുർരേഖ നനയാവുന്ന വിധത്തിൽ വെള്ളമെടുത്ത് 3 വട്ടം കുടിക്കുന്നതിൻ്റെ പേരാണ് ആചമനം. അത് വെറും വെള്ളം കുടിക്കലല്ല. ഈ വരി എഴുതുമ്പോൾ, ഈ ജലാർത്ഥിയായ ആനന്ദൻ്റെ വാക്കുകൾ എഴുതുമ്പോൾ ആശാന്റെ ഹസ്തലിഖിതങ്ങൾ പരിശോധിച്ച് ഡോക്ടർ എം ബഷീർ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. പ്രസിദ്ധമായ ഈരടി ഉണ്ടല്ലോ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരി ദാശു നീ ഓമലയെ തരുതെല്ല്. ദാശൻ ആദ്യം എഴുതിയത് ഇങ്ങനെ ആയിരുന്നില്ല, അവിടെ തണ്ണീരേ ഉണ്ടായിരുന്നില്ല. ദാഹിക്കുന്നു ഭഗിനി ജലം കൃപാരസമോഹനാഭം തരിക കുടിക്കുവാൻ എന്നായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് തൻ്റെ കൃതിയുടെ ആ ഈരടിയുടെ അവസാന രൂപമായി, അന്തിമ രൂപമായി ആശാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ മലയാളിയുടെ ഹൃദിസ്ഥതയുടെ പര്യായമായി മാറില്ലായിരുന്നു ആ ഈരടി. ഞാൻ ഒരിക്കൽ കൂടി പറയാം: ദാഹിക്കുന്നു ഭഗിനി ജലം കൃപാരസമോഹനാഭം തരിക കുടിക്കുവാൻ. അവിടെ കുടിക്കുക എന്നുള്ള വാക്കൊക്കെ അനാവശ്യമാണെന്ന് എല്ലാ സാഹിത്യ വിദ്യാർത്ഥിക്കും അറിയാം, അല്ലേ? ജലം ആവശ്യപ്പെടുന്ന കുടിക്കാനാണ്, അപ്പോൾ അത് പറയേണ്ടതായിട്ടില്ല. പിന്നീട് അതിനെ പലവട്ടം ആശാൻ മിനുക്കിയപ്പോഴാണ്, മുറുക്കിയപ്പോഴാണ്, കുറുക്കിയപ്പോഴാണ് എന്ന് കാണുന്ന ആ രൂപത്തിലേക്ക് ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ. പെട്ടെന്ന് വേണം, ദാഹിച്ചു വലഞ്ഞവന്റെ ആർത്ഥനയാണ് ആശു നീ ഓമലേ തരുതെല്ല് എന്ന രൂപത്തിലേക്ക് അത് മാറുന്നത്. ആ സമസ്ത പദം ഉണ്ടല്ലോ, അല്ലേ? സംസ്കൃത പദങ്ങൾ കൊണ്ട് വലിയ സമസ്ത പദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കവിയാണ് കുമാരനാശാൻ. അന്തശ്ചന്ദ്ര ശരത് ഖനാഭ അന്തരുത്തട രസോർമി ദുസ്ത. നളിനിയെ പറ്റി പറയുന്നതാണ്. അന്തരുത്തട രസോർമി ദുസ്തയായി, അവളുടെ ഉള്ളിലൊരു കടൽ ഇരമ്പുന്നതിനെ പറ്റിയാണ്. വികാരങ്ങളുടെ, വിവിധ വികാരങ്ങളുടെ ഒരു കടൽ ഇരമ്പി നിറഞ്ഞ് വിങ്ങുന്നതിനെ പറ്റിയാണ് ആശാൻ പറയുക. അന്തരുത്തട രസോർമി ദുസ്ത, രസങ്ങളുടെ തിരകളാഞ്ഞടിക്കുന്ന, അതിൻ്റെ ഭാരം, അതിൻ്റെ ക്ഷോഭം താങ്ങാനാവാത്ത ഒരു മുഹൂർത്തത്തിൽ നളിനിയെ പറ്റിയാണ് ആശാൻ ഇങ്ങനെ പറയുക. അന്തരുത്തട രസോർമി, അല്ലെ? രസോർമി എന്നൊന്നും അതിനു മുൻപോ പിൻപോ ഒരു മലയാള കവി എഴുതിയിട്ടുണ്ടാവില്ല. രസോർമി, രസങ്ങളുടെ, വികാരങ്ങളുടെ, ഭാവങ്ങളുടെ തിരമാലകൾ. അന്തരുത്തട രസോർമി ദുസ്തയായി, മനസ്സിൻ്റെ പരിധികളെ, സീമകളെ ഇടിച്ചു തകർക്കുന്ന ഒരു വികാര സാഗരത്തിൻ്റെ, സങ്കീർണമായ ഒരു വികാര ലോകത്തിൻ്റെ ചിത്രമുണ്ട് ആ സമസ്ത പദത്തിൽ. ഇങ്ങനെയുള്ള ആശാൻ തനി മലയാള പദങ്ങൾ ഉപയോഗിച്ചിട്ട് സൃഷ്ടിക്കുകയാണ് മറ്റൊരു സമസ്ത പദം. കൃപാരസമോഹനം കുളിർ തണ്ണീർ. അല്പം ജലത്തിന്, ഒരു കൈക്കുമ്പിൾ ജലത്തിന് എത്രയെല്ലാമാണ് വിശേഷണങ്ങൾ, അല്ലേ? കൃപാരസമോഹനം കുളിർ തണ്ണീർ. ജലം എന്ന വാക്ക്, ആ സംസ്കൃത പദം അതോടുകൂടി ഉപേക്ഷിക്കപ്പെടുകയും തൽസ്ഥാനത്ത് കുളിർ തണ്ണീർ എന്ന വെള്ളത്തോട്, വെള്ളത്തിൻ്റെ അനുഭവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പദം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അതിന് വെറും തണ്ണീരായല്ല, കൃപാരസമോഹനം എന്ന ദീർഘമായൊരു വിശേഷണം കൊണ്ട് കൂടുതൽ ദീർഘമായ ഒരു ജലധാരയായി, കാരുണ്യത്തിൻ്റെ ഒരു ധാരയായി, കാരുണ്യത്തെ നിർവചിക്കുകയാണ് ആശാൻ ഈ വരിയിൽ, അല്ലേ? കൃപാരസം, അങ്ങനെ രസമില്ല നാട്യശാസ്ത്രത്തിൽ. 9 രസങ്ങൾ കൃപാരസം എന്നൊരു രസം ഉൾപ്പെടുന്നില്ല. ഒരു പുതിയ രസം മലയാളിയെ പരിചയപ്പെടുത്തുകയാണ്. കൃപാരസം, കാരുണ്യം എന്ന രസം, കരുണ എന്ന രസം, അലിവ് എന്ന രസം. അതെന്തുപോലെയാണ്? അത് ദാഹിച്ചവന്റെ കയ്യിലേക്ക് പകരുന്ന തണ്ണീര് പോലെയാണ്, തണുത്ത നീര് പോലെ.